ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂന്തൾ അല്ലെങ്കിൽ കണവ എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഇത് അറിയണുണ്ടാവും, അപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കൂന്തൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തല ഇതുപോലെ ഒന്ന് പതുക്കെ വലിച്ചെടുക്കുക. അതിന് ശേഷം ഈ മേലത്തെ തൊലി ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് ആക്കുമ്പോൾ ഇങ്ങനെ പോന്ന് കിട്ടും. അതൊന്ന് പൊളിച്ച് കളയുക. അപ്പോൾ വളരെ സുഖമാണ് ഈ കൂന്തൾ വൃത്തിയാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ, പുറമേ ഉള്ള തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയുക. ഇപ്പോൾ കൂന്തളിൻ്റെ തൊലിയൊക്കെ പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മുള്ള് പോലത്തെ ഒരു സാധനമുണ്ട്, അതെടുത്ത് കളയുക. പിന്നെ കൈ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളയുക. അപ്പോൾ പല വേസ്റ്റുകളും ഇതിലുണ്ടായിരിക്കും, അതൊക്കെ എടുത്ത് കളയുക. ഇതേപോലെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ എടുത്ത് കളയുക. നല്ലോണം ക്ലീൻ ചെയ്യുക. നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടാപ്പ് തുറന്നിട്ട് നന്നായിട്ട് കൈയിട്ടൊന്ന് കളഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വൃത്തിയായി കിട്ടും. ഇപ്പോൾ ഇത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയുടെ ഭാഗത്ത്, തല എടുക്കുന്നവരും ഉണ്ട്, എടുക്കാത്തവരും ഉണ്ട്. അപ്പോൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തലയുടെ ഇത് കാണിക്കണത്. അതിൽ ഈ കണ്ണിൻ്റെ താഴത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്ത്, കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ ഭാഗം ഞാൻ എടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിൻ്റെ കളഞ്ഞിട്ടോ ബാക്കി ഭാഗം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കണ്ണോട് കൂടി എടുക്കാം. ഇനി ഇതിലുള്ള ഈ ബോൾ പോലത്തെ സാധനം എടുത്ത് കളയുക. അതിന് ശേഷം ഈ നീണ്ടു നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുമ്മേ ഒന്ന് പതുക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക, ഒന്ന് ചിരണ്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ചിങ്ങനെ തരിതരിപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. അതുപോലെ തന്നെ തലയുടെ ഭാഗത്തും ഇതുപോലെ തൊലിയുടെ ഭാഗങ്ങളുണ്ടാവും. അത് കൈകൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റണതൊക്കെ ഒന്ന് പൊളിച്ച് കളയുക. ഇങ്ങനെ നമുക്ക് ഈ എല്ലാ കൂന്തളും ഒന്ന് വൃത്തിയാക്കി എടുക്കാം.
വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ കൂന്തൽ വെച്ചിട്ട് പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.